നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഈ മാസം 28-ന് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും നിർദ്ദേശം. കേസുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കരുക്കൾ നീക്കി UDF. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് A. സുരേഷിനെ മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ നീക്കം. തീരുമാനമെടുത്തിട്ടില്ലെന്നും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും സുരേഷ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് ലഭിച്ച VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി പിടിമുറുക്കി. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടത് തുടർ ഭരണത്തിനെതിരെ വിമർശനം കടുപ്പിച്ചു വീണ്ടും സച്ചിദാനന്ദൻ. ജനാധിപത്യം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. ശബരിമല ദ്വാരപാലക കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ 18-ന് വിധി. ധനകാര്യ സ്ഥാപനത്തിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് SIT. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ ജയറാമിനെ ED ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച ഹാജരാകാൻ സമൻസ്. റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രത്യേക വിജിലൻസ് സംഘം അന്വേഷണം നടത്തും. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. 118 MPമാർ ഒപ്പുവെച്ച നോട്ടീസ് കൈമാറിയത് സെക്രട്ടറി ജനറലിന്. അവിശ്വാസത്തിൽ തീരുമാനമാകുന്നതുവരെ സ്പീക്കർ സഭയിലെത്തില്ല. ജനറൽ MM നരവനെയുടെ പുസ്തകത്തിന്റെ പതിപ്പ് പുറത്തായതിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. ഇതുവരെ വിൽപ്പന തുടങ്ങിയിട്ടില്ലെന്ന് പെൻകിൻ ബുക്സ്. പ്രതികരണം പങ്കുവച്ച് MM നരവനെ പുസ്തകം രാഹുൽ ഗാന്ധി സഭയിൽ പ്രദർശിപ്പിച്ചതും അന്വേഷണ പരിധിയിൽ. വിമാനാപകടത്തിൽ അജിത് പവാർ മരിച്ചതിൽ ദുരൂഹതയെന്ന് കുടുംബം. ഒരു മുതിർന്ന നേതാവ് യാത്ര വൈകിപ്പിച്ചതാണ് ട്രെയിൻ യാത്ര മാറ്റി വിമാനമാർഗമാക്കിയതെന്ന് അനന്തരവൻ രോഹിത് പവാർ. പൈലറ്റ് മദ്യപിച്ചിരുന്നോ എന്നും സംശയം. അന്വേഷണം ഊർജിതമല്ലെന്നും വിമർശനം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI. സർവകലാശാലയിലേക്കുള്ള മാർച്ച് അക്രമാസക്തമായി. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച്. പ്രതിഷേധത്തിനിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ അസാധുവാക്കി VC. തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ചു. VCയുടെ നീക്കം കലോത്സവ നടത്തിപ്പ് തടയാനെന്ന് SFI. T20 ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കടുത്ത നിയന്ത്രണവുമായി BCCI. മത്സരങ്ങൾക്കിടയിൽ ഭാര്യയെയോ മറ്റ് കുടുംബാംഗങ്ങളെയോ ഒപ്പം താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ബോർഡ്. ഇന്ത്യ നമീബിയ മത്സരം മറ്റന്നാൾ. സൗദി പ്രോ ലീഗ് ക്ലബ് അൽ നാസറുമായുള്ള ബഹിഷ്കരണം അവസാനിപ്പിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫെബ്രുവരി 14-ന് അൽ ഫത്തയ്ക്കെതിരായ മത്സരത്തിൽ കളിക്കും. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 16 മുതൽ OP ബഹിഷ്കരിക്കും. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഒഴിവാക്കും. സമരം കടുപ്പിക്കുന്നത് ശമ്പള വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട്. സ്റ്റോറി ഓഫ് ദി ഡേ. കൂട്ടുകാരുടെ ആരോഗ്യം നോക്കാൻ കുട്ടി ഡോക്ടർമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ മാസം 28-ന് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കേരളം കൂടാതെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നിർദ്ദേശങ്ങൾ ഫെബ്രുവരി 28-നകം സമർപ്പിക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 28-ന് ശേഷമായിരിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. കേരളത്തിൽ മെയ് 23 വരെയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി. പുതുച്ചേരിയിൽ ജൂൺ 15-നാണ് നിലവിലെ സർക്കാർ കാലാവധി പൂർത്തിയാക്കുക. മറ്റിടങ്ങളിലെല്ലാം മെയ്യിൽ കാലാവധി തീരും. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർമാർ, ADMമാർ, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ, തഹസിൽദാർമാർ, BDO എന്നിവർക്കും റേഞ്ച് ADG മുതൽ സബ് ഇൻസ്പെക്ടർ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ നിർദ്ദേശം ബാധകമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരേ ജില്ലയിൽ 3 വർഷം തുടരുന്നവരെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർമാരും അധ്യാപകരും അടക്കമുള്ള തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നിർദ്ദേശം ബാധകമല്ല. ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകൾ നിലവിലുള്ളവരോ അച്ചടക്ക നടപടികൾ നേരിടുന്നവരോ മുൻ തിരഞ്ഞെടുപ്പുകളിൽ വീഴ്ച വരുത്തിയവരോ ആയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട്. മെയ് 31-നകം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയിട്ടുണ്ട്. കർശനമായ നിരീക്ഷണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM നടത്തുന്ന PR വർക്കാണെന്നാണ് ശിവകുമാർ പറയുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ സീറ്റിനായാണ് കോൺഗ്രസിൽ VS ശിവകുമാർ പിടിമുറുക്കിയിരിക്കുന്നത്. MLA ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ സീറ്റ് തിരികെ നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ശിവകുമാറിനെ കൂടാതെ K മുരളീധരൻ, ശബരിനാഥൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ശിവകുമാർ ശക്തമാക്കുന്നത്. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPMന്റെ PR വർക്കിന്റെ ഭാഗമാണ് എന്നാണ് ശിവകുമാർ പറയുന്നത്. തനിക്കെതിരെ CPM പ്രചരണം കുറേ നാളുകളായി തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ അല്ലാതെ മറ്റ് ഏതു സീറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന ചോദ്യവും ശിവകുമാർ നേതൃത്വത്തോട് ഉയർത്തിയിട്ടുണ്ട്. ജയസാധ്യത തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാവുക. അതിനാൽ തന്നെ ശിവകുമാറിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് സമീപിച്ചിരുന്നുവെന്ന് VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ്. ഒരു തീരുമാനവും എടുത്തിട്ടില്ല, ഒരു തീരുമാനവും അറിയിച്ചിട്ടുമില്ല. പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അത് പുറത്തു പറയാനില്ല. ഇടതുപക്ഷത്തിന്റെ നന്മയ്ക്കായി പല സാഹിത്യകാരന്മാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പാർട്ടി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് ആഗ്രഹം. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. UDF ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പരദൂഷണം പറയാൻ പാലായിലിരിക്കുകയാണെന്ന് ജോസ് കെ മാണി. വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ മാണി സി കാപ്പൻ പയർ അഞ്ഞാഴി എന്ന് പറയുന്നു. വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി ഇടുക്കി അടിമാലിയിൽ പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു സാധ്യതയില്ല. അതാണ്. അപ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാണി എന്ന് പറയുന്ന പോലെയാണ്. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ജോസ് കെ മാണിയോട് മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടയിൽ മൈക്ക് വാങ്ങിയ റോഷി ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. ആലോചനയുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും.
തുടർഭരണം വേണ്ട എന്ന പരാമർശത്തിൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്നും തന്റെ പുസ്തകം വായിക്കാത്തവരും തന്നെക്കുറിച്ച് അറിയാത്തവരുമാണ് വിമർശിക്കുന്നതെന്നും കവി വ്യക്തമാക്കി. അതേസമയം സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ അനുനയ നീക്കവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂരിലെ വീട്ടിലെത്തി സച്ചിദാനന്ദനെ കണ്ടു. ഭരണത്തുടർച്ചാ പ്രസ്താവനയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനം ശക്തമായതോടെയായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. ഫാസിസത്തിനെതിരെ പണ്ടേ പ്രതികരിച്ച ആളാണ് താൻ. അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതോ കൽബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്നും പുറത്തു വന്നതോ പലർക്കും അറിയില്ല. മാർക്സിസ്റ്റ് ചിന്തകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നും കവി വിശദീകരിച്ചു. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതി. അതേസമയം സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ചു. സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് വന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സെക്യുലറായ ഇടതുപക്ഷക്കാരനാണ് K സച്ചിദാനന്ദൻ. അദ്ദേഹത്തെ എന്നും ബഹുമാനിക്കുന്നുവെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത്. അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷത്തോട്, ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സച്ചിദാനന്ദനെതിരെ ഉണ്ടായത്. പോസ്റ്റുകൾ CPMനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കേരളത്തിൽ തുടർഭരണം വേണ്ടെന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇടതുവലത് നേതാക്കൾ രംഗത്തെത്തി. സാധാരണ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ കണ്ണുമടച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നതിൽ എന്തോ ശരികേടുണ്ടെന്നാണ് മന്ത്രി V ശിവൻകുട്ടി പറയുന്നത്. പിണറായി 3.0 എന്ന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇടത് സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും പിണറായി അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇത് മൂന്നാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത്, ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ നോക്കിക്കാണുന്നത്. ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെയുമാണ് സച്ചിദാനന്ദൻ അത്തരമൊരു പരാമർശം നടത്തിയത് എന്നാണ് മന്ത്രി V ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടത്. കണ്ണടച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നതിൽ ശരികേടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണുമടച്ചുകൊണ്ട് ഒരു വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി വരാൻ സാധ്യതയില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരികേടുണ്ട്. സാംസ്കാരിക നായകന്മാരെല്ലാം പ്രിയപ്പെട്ടവരാണെന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ചിലർ തിരുത്തുന്നു. ശരി എന്തെന്ന് കാലം തെളിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ ഘടനയാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളത്. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവാണെന്നും ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് മാത്രം പറയാൻ പറ്റില്ലെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ കാണുന്നുവെന്നും പ്രസ്താവനയോട് കാത് പൊത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സത്യഭാഷ പോലുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ ആ ഗൗരവത്തിൽ കാണും, അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ സത്യഭാഷ LDF യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സച്ചിദാനന്ദന്റെ വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്നാണ് മുൻമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ഇത് വേണോ വേണ്ടേ, UDF വന്നാൽ ഇതെങ്ങനെ നടക്കും, ഈ കോൺഗ്രസ് ഇങ്ങനത്തെ ബദൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിതൊരു അവസരമാക്കി മാറ്റാൻ പോയി. തുടർഭരണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ ജാമ്യഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 18-ന് വിധി പറയും. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ ജാമ്യഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തു. തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരങ്ങൾ SIT കോടതിയിൽ സമർപ്പിച്ചു. തന്ത്രിയുടെ പേരിൽ 2,05,00,000 രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതെയുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സമാന ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് 7 ലക്ഷം രൂപ കൈപ്പറ്റിയതായും SIT കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ തന്ത്രി പബ്ലിക് സർവന്റിന് സമാന സ്ഥാനത്താണെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അന്വേഷണ സംഘം വാദിച്ചു. ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയെ തന്ത്രി പരിചയപ്പെടുന്നതെന്നും 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം ശക്തമായി എതിർത്തു. ഇരു കേസുകളിലുമായി തന്ത്രി സമർപ്പിച്ച ജാമ്യഹർജിയിലാണ് വാദം പൂർത്തിയായത്. 18-ന് തന്ത്രിയുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഉടൻ സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൊടിമരം മാറ്റുന്നതിനായി പിരിച്ച പണം എവിടെ പോയെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത്തരത്തിൽ കൊള്ള നടത്തിയവരെ പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിലുള്ള ദുരൂഹത മാറ്റണം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF ബന്ധത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ലീഗും നിലപാട് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ 30 ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. 29 ആളുകൾ അവരുൾപ്പെടെ നൽകിയിട്ടുള്ള സ്വർണം കാണാനില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ പിണറായി വിജയന്റെയും മൊഴിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPM ഏജന്റുമാരുണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ് ഇദ്ദേഹം MP ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം. നമ്മുടെ നാട്ടില് ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന എന്റെ പറവൂരിൽ വന്ന് എത്ര പേര് എന്റെ കൂടെ പടം എടുത്താണ്. നാളെ അവനെ ഏതെങ്കിലും മോഷണ കേസിലോ കള്ളക്കേസിലെ പ്രതിയായ എന്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ ഉള്ളതിന്റെ പേരിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തതെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയും കൂടി എടുക്കണം. എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധമെന്ന്? ശബരിമല കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. 412 ഗ്രാം സ്വർണം അധിക സംഭാവനയായി ലഭിച്ചുവെന്നും കണക്കുകളെല്ലാം ഹൈക്കോടതിയെ ബോധിപ്പിച്ചതാണെന്നും അജയ് തറയിൽ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നും രാഷ്ട്രീയ നീക്കം പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ വിജിലൻസ് ഓഫീസറെ പോലെ തന്നെ IPS-കാരനായിരുന്നല്ലോ അന്നത്തെ വിജിലൻസ് ഓഫീസർ. പമ്പയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചല്ലേ ഈ സ്വർണം കൈമാറിയത്? ഞങ്ങളാരുമില്ലായിരുന്നു. 2 ബുക്ക് മഹസറാണ് ദേവസ്വം ബോർഡിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ പേജുകൾ 2-3 പേജ് ഒന്നിച്ച് മറിച്ചോ വിജിലൻസ്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് പൊരുത്തക്കേട്? ആ പൊരുത്തക്കേട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നടന്റെ ബന്ധമാണ് ED അന്വേഷിക്കുന്നത്.
ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. നടൻ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയറാം SITക്ക് നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തയാഴ്ച ജയറാം ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് നേരത്തെ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുന്നിൽ ജയറാം മൊഴി നൽകി. തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇവരാരും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ജയറാമിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി 12 പേർക്കാണ് ഇഡി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് തിരിച്ചടി. ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുന്നതിനാൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2 കേസുകളിലും ജാമ്യം തേടിയായിരുന്നു ഗോവർദ്ധന്റെ ഹർജി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമായിരുന്നു ജാമ്യഹർജിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാട്ടിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ആന്റണി MP. സമൂഹ മാധ്യമത്തിലെ വീഡിയോ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വക്കീൽ നോട്ടീസിലുണ്ട്. അതേസമയം താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് KP ഉദയഭാനു പറഞ്ഞു. NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടറി ജനറലിന് നോട്ടീസ് കൈമാറി. 118 MPമാർ നോട്ടീസിൽ ഒപ്പുവെച്ചു. തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ആഴ്ചയിലും പാർലമെന്റിൽ സ്തംഭനാവസ്ഥ തുടരുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C പ്രകാരം സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിനുള്ള നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയത്. കോൺഗ്രസ് ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയാണ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള 118 MPമാർ പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടെന്ന സൂചനയാണ് TMCയുടെ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ആദ്യം സ്പീക്കർക്ക് ഒരു പ്രതിഷേധക്കത്ത് നൽകണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കാമെന്നുമാണ് തങ്ങളുടെ നിർദ്ദേശമെന്നാണ് തൃണമൂൽ MP അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത്. MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കത്തും പ്രതിപക്ഷം കൈമാറി. 14 ദിവസത്തിനു ശേഷമാണ് നോട്ടീസ് പരിഗണിക്കുന്നത്. സ്പീക്കർ സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും എന്നാൽ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിനെതിരെ മോശം പരാമർശങ്ങൾ നടത്താൻ പോലും അനുവാദം നൽകുന്നുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ തന്നെ നന്ദിപ്രമേയം പാസാക്കിയിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നതെന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. ഇതിനു പുറമെ 8 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തതും BJP MP നിഷികാന്ത് ദുബെ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ നടപടിയെടുക്കാത്തതും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രസാധകരായ പെൻഗിനെയും രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. ഒന്നുകിൽ നരവനെ അല്ലെങ്കിൽ പ്രസാധകരായ പെൻഗിൻ, ഇവരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണെന്നും താൻ കരസേനാ മേധാവിയാണ് വിശ്വസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 2023 തന്റെ പുസ്തകം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള നരവനെയുടെ ട്വീറ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. Can you read, sir, please? Manoj Narawane ji. It's a tweet that says, "Hello friends, my book is available now. Just follow the link." Happy reading. Jai Hind. This is a tweet that Mr. Narawane has made. You can look into the tweet. So the point I'm making is, either Mr. Narawane is lying, and I believe the army chief. Okay, I don't think he will lie, or Penguin is lying. Somebody needs to. Both cannot be telling the truth.
മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തകം പ്രചരിച്ചതിൽ പോലീസ് കേസെടുത്തു. പുസ്തകത്തിന്റെ പതിപ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആര് നൽകി എന്നതിൽ വിവാദം മുറുകുന്നതിനിടെയാണ് നടപടി. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗ്വിൻ ബുക്സ് അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ 4 Stars of Destiny എന്ന ആത്മകഥയുടെ ഹാർഡ് കവർ പതിപ്പ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രദർശിപ്പിച്ചതാണ് വിവാദമായത്. നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ദ കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ഭാഗമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന പരാമർശമാണ് രാഹുൽ ഉയർത്തിയത്. ഇതോടെ ഭരണപക്ഷത്ത് നിന്ന് എതിർപ്പുകൾ ഉയർന്നു. പിന്നീട് പുസ്തകത്തിന്റെ ഹാർഡ് കവർ പതിപ്പും രാഹുൽ സഭയിലെത്തിച്ചു. ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരിനിടയാക്കി സഭ സ്തംഭിക്കുകയും ചെയ്തു. പുസ്തകത്തിന് ഇതുവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ എത്തിയത് ദുരൂഹമാണെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ അച്ചടിച്ച കോപ്പി പാർലമെന്റിൽ എത്തിയത് സുരക്ഷാ ലംഘനമാണെന്ന് അധികൃതർ വിലയിരുത്തുന്നു. പുസ്തകം നിലവിലില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം ആരംഭിച്ചത്. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് നിഗമനം. പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ കോപ്പി ചില വെബ്സൈറ്റുകളിലും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി. രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം എങ്ങനെ ലഭിച്ചുവെന്നും പോലീസ് അന്വേഷിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും ഒന്നും നടപ്പാക്കുന്നില്ലെന്നും തരൂർ ആരോപിച്ചു. പ്രധാന പദ്ധതികൾക്ക് പോലും കുറവ് തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നതെന്നും വിമർശനം. അതിനിടെ കോൺഗ്രസ് വനിതാ MP മാർ പ്രധാനമന്ത്രിയുടെ സീറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്ന ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പുറത്തുവിട്ടു. കോൺഗ്രസ് MP മാർ പാർലമെന്ററി അതിർവരമ്പുകൾ ലംഘിച്ചതായി അദ്ദേഹം ആരോപിച്ചു. കേരളത്തിന് ഇത്തവണയും എയിംസ് അനുവദിച്ചില്ല. കേരളത്തിനോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. കേരളത്തെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ശശി തരൂർ സഭയിൽ ചോദിച്ചു. കാർഷിക മേഖലയെ ബജറ്റിൽ അവഗണിച്ചെന്നും തൊഴിലില്ലായ്മയെ പരിഗണിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. സാധാരണക്കാരന്റെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കുന്നതല്ല ബജറ്റ്. കർഷകർക്ക് ബജറ്റിൽ കാര്യമായ ഒരു പ്രഖ്യാപനങ്ങളുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഇത്തവണത്തെ കർഷകർക്കുള്ള പ്രഖ്യാപനം. ഇത് ആശങ്കാജനകമാണെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പാഴായെന്നും തരൂർ വിമർശിച്ചു. Kerala, despite one of the country's strongest public health ecosystems and a proven record in healthcare delivery, once again went unaddressed. Even as NIPERs are concentrated and clustered in northern and eastern India, and a single institute in Hyderabad is expected to serve the entire south. കേരളം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും തരൂർ ലോക്സഭയിൽ പറഞ്ഞു. നഗരമേഖലകളിൽ തൊഴിലില്ലായ്മ വളരുകയാണ്. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർക്കുന്നു. ഇതിനായി നേരിട്ട് വകയിരുത്തിയ തുക ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെയും തരൂർ വിമർശിച്ചു. തീരദേശ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കടലേറ്റം തുടരുന്നു. ഇതും ബജറ്റിൽ പരിഗണിച്ചില്ലെന്നും തരൂർ ലോക്സഭയിൽ കുറ്റപ്പെടുത്തി. അതിനിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേൽ പ്രധാനമന്ത്രി മറുപടി പറയാനിരുന്ന ദിവസത്തെ സഭയിലെ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പുറത്തുവിട്ടു. പ്രധാനമന്ത്രിയുടെ കസേരയ്ക്കരികിലേക്ക് കോൺഗ്രസ് വനിതാ MP മാർ നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. BJP വനിതാ MP മാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ പരാതിയെ പിന്തുണച്ചാണ് റിജിജു വീഡിയോ പങ്കുവച്ചത്. കോൺഗ്രസ് MP മാർ പാർലമെന്ററി അതിർവരമ്പുകൾ ലംഘിച്ചതായും അദ്ദേഹം ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിക്കാൻ എത്തിയിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗമില്ലാതെയാണ് ലോക്സഭയിൽ നന്ദിപ്രമേയം പാസാക്കിയത്. പ്രധാനമന്ത്രിയോട് സഭയിൽ വരേണ്ടെന്ന് താൻ പറഞ്ഞുവെന്ന് സ്പീക്കർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിവാദമായ എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതിലും പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തിലും പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ജന്തർ മന്ദറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. വിമാനാപകടത്തിൽ അജിത് പവാർ മരിച്ചതിൽ ദുരൂഹതയെന്ന് കുടുംബം. ഒരു മുതിർന്ന നേതാവ് യാത്ര വൈകിപ്പിച്ചതാണ് ട്രെയിൻ യാത്ര മാറ്റി വിമാനമാർഗമാക്കിയതെന്ന് അനന്തരവൻ രോഹിത് പവാർ ആരോപിച്ചു. പൈലറ്റ് മദ്യപിച്ചിരുന്നോ എന്നും സംശയമുന്നയിച്ച രോഹിത് അന്വേഷണം ഊർജിതമല്ലെന്നും വിമർശിച്ചു.
അജിത് പവാറിന്റെ വിമാനാപകടത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉന്നയിച്ച് CPI നേതാവും അജിത് പവാറിന്റെ അനന്തരവനുമായ രോഹിത് പവാർ രംഗത്ത് വന്നു. വിമാനയാത്രയുടെ കാര്യത്തിൽ അജിത് പവാർ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു അപകടമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എല്ലാവരുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ട് എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. വിമാനത്തിൽ അധിക ഫ്യൂവൽ ടാങ്കിൽ ഘടിപ്പിച്ചിരുന്നു എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെയല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി നിയമവിരുദ്ധമാണ്. ഇന്ധനം ലാഭിക്കാൻ പൈലറ്റിന് നിർദ്ദേശം ലഭിച്ചിരുന്നോ എന്നും എന്തുകൊണ്ട് അവർ വിമാനം ഒന്നുകൂടി ചുറ്റിക്കറക്കിയില്ല എന്ന ചോദ്യവും രോഹിത് പവാർ ഉന്നയിക്കുന്നു. പൈലറ്റ് മദ്യപിച്ചിരുന്നോ എന്ന് രോഹിത് പവാർ സംശയം പ്രകടിപ്പിച്ചു. പൈലറ്റിന്റെ ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാത്രാ പരിപാടിയിൽ മാറ്റം വരുത്തിയത് എന്തിനായിരുന്നു എന്നാണ് മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത്. ജനുവരി 27 വൈകുന്നേരം മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് പോകാനായിരുന്നു അജിത് പവാർ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹവും തയ്യാറായിരുന്നു. എന്നാൽ ഒരു ഉന്നത നേതാവ് അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നുവെന്നും അതിനാൽ യാത്ര വൈകിയെന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് പദ്ധതി മാറ്റി 28 രാവിലെ യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്തിയെങ്കിലും യാത്ര പുറപ്പെട്ടത് വൈകിയാണ്. ഇതിലെല്ലാം ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. അജിത് പവാറിന്റെ വിമാനാപകടത്തെക്കുറിച്ച് സർക്കാർ തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം AAIB, BEA, NTSB ഇവയിലൊന്ന് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും രോഹിത് പവാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള സർവകലാശാല യൂണിയൻ അസാധുവാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. തിരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിലും രൂപീകരിച്ചു. കേരള VCയുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. SFI നടത്തുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചുകയറി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ഉന്തിലും തള്ളിലും കലാശിച്ചു. പ്രവർത്തകർ രജിസ്ട്രാറുടെ മുറിക്ക് മുകളിൽ ഉപരോധം തീർത്തു. SFI സംസ്ഥാന നേതാക്കൾ രജിസ്ട്രാറുമായി ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയില്ല. കാലാവധി അവസാനിക്കാനിരിക്കുന്ന യൂണിയനെ കലോത്സവം നടത്താൻ അനുവദിക്കുക, കായിക വിദ്യാർത്ഥികളുടെ DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI രാപകൽ സമരം നടത്തുന്നത്. എന്നാൽ കേരള സർവകലാശാല യൂണിയൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അസാധുവാക്കി. തിരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. യൂണിയൻ കാലാവധി തീർന്നതിനാലാണ് നടപടിയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ ഈ മാസം 28 വരെ നിലവിലെ യൂണിയന് കാലാവധിയുണ്ടെന്നും കലോത്സവ നടത്തിപ്പ് തടയാനാണ് ഈ നടപടിയെന്നും SFI ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. T20 ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കടുത്ത നിയന്ത്രണവുമായി BCCI. മത്സരങ്ങൾക്കിടയിൽ ഭാര്യയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ഒപ്പം താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ബോർഡ് വ്യക്തമാക്കി. നേരത്തെ വിദേശ പര്യടനങ്ങളിൽ അനുവദിച്ചിരുന്ന ഇളവുകൾ റദ്ദാക്കിക്കൊണ്ടാണ് BCCIയുടെ നീക്കം. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയോട് 1-3 പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് BCCI ഈ കർശന നയം നടപ്പിലാക്കിയത്. 45 ദിവസത്തിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന വിദേശ പര്യടനങ്ങളിൽ പരമാവധി 14 ദിവസം മാത്രമേ കുടുംബത്തെ ഒപ്പം താമസിപ്പിക്കാൻ അനുവദിക്കൂവെന്നതാണ് BCCIയുടെ നയം. 2020 ലോകകപ്പിൽ USA-ക്കെതിരെ പാകിസ്ഥാന് ജയം. 32 റൺസിനാണ് പാകിസ്ഥാന്റെ ജയം. മറ്റ് മത്സരങ്ങളിൽ UAE-ക്കെതിരെ ന്യൂസിലൻഡിനും നമീബിയയ്ക്കെതിരെ നെതർലൻഡിനും ജയം. മറ്റന്നാൾ ഇന്ത്യ നമീബിയെ നേരിടും. സൗദി പ്രോ ലീഗ് ക്ലബ് അൽ നസറുമായുള്ള ബഹിഷ്കരണം അവസാനിപ്പിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്ലബിന്റെ 2 മത്സരങ്ങളിൽ നിന്ന് റൊണാൾഡോ വിട്ടുനിന്നു. ഫെബ്രുവരി 14 അൽ ഫത്തയ്ക്കെതിരായ മത്സരത്തിൽ കളിക്കാൻ പോർച്ചുഗൽ ക്യാപ്റ്റൻ തിരിച്ചെത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 ബുധനാഴ്ച അർക്കാഡഗായിൽ അൽ നസർ കളിക്കും. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി ഉടലെടുത്ത
തർക്കത്തെ തുടർന്നാണ് 2 മത്സരങ്ങളിൽ നിന്നും റൊണാൾഡോ വിട്ടുനിന്നത്.